ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മലബാർ സ്പെഷ്യൽ ദം ബിരിയാണിയാണ്. 1 കിലോഗ്രാം ബീഫ് കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി 1 കിലോഗ്രാം ബീഫ് നന്നായി കഴുകി വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. ബീഫ് വലുതാക്കി മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി വേണ്ടത് 1 കിലോഗ്രാം റൈസാണ്. ജീരകശാല അരിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. റോയൽ കുക്ക്, കയമ, ബസുമതി ഈ അരിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിലേക്കായി 20 പച്ചമുളക്, 4 സവാള, മീഡിയം സൈസ് ഇഞ്ചി, തക്കാളി 3 എണ്ണം, വെളുത്തുള്ളി 15 എണ്ണം എന്നിവ എടുക്കാം. ഇനി സവാള നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കാം. തക്കാളി ചെറുതായി അരിയാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കാം. ഞാനിവിടെ രണ്ടും ഒന്നിച്ചാണ് ഇടുന്നത്. കൂടുതൽ അളവിൽ ബിരിയാണി വയ്ക്കുമ്പോൾ രണ്ടും സെപ്പറേറ്റായി ചതച്ചെടുക്കാം. ഇനി പച്ചമുളക് ചതച്ചെടുക്കാം. എരിവ് അനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനൊരു ഉരുളിയിലാണ് ബിരിയാണി വയ്ക്കുന്നത്. പാത്രം അടുപ്പത്ത് വെച്ച ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർക്കാം. ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും ചേർത്ത് നന്നായി ഇളക്കാം. ഞാൻ അധികം മസാല ഇല്ലാത്ത റെസിപ്പിയാണ് ചെയ്യുന്നത്. കൂടുതൽ മസാല വേണമെങ്കിൽ കുറച്ച് ചുവന്ന ഉള്ളി കൂടി വൃത്തിയാക്കി ചതച്ചെടുത്ത് ചേർക്കാം. ഉള്ളി കരിയാതിരിക്കാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചതൊക്കെ നമുക്ക് ചേർക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർത്ത് 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇനി തക്കാളി ചേർക്കാം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം. തക്കാളിയൊക്കെ നന്നായി വാടിക്കഴിഞ്ഞാൽ പൊടികൾ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന പൊടികൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും 2 ടേബിൾ സ്പൂൺ തൈരും ചേർക്കുക. മസാല അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീഫ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ബീഫ് അല്പം ഉപ്പും മഞ്ഞളും ചേർത്ത് കുക്കറിൽ ഒരു 3/4 വേവ് ആക്കിയെടുത്ത് ഈ മസാലയിലേക്ക് ചേർത്താലും മതി. ഞാനിവിടെ വേവിക്കാതെയാണ് ചേർക്കുന്നത്. ഇനി ഉപ്പും മുളകും എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ബീഫ് വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് അടച്ച് വേവിക്കാൻ വയ്ക്കാം. ഇടയ്ക്കിടെ നന്നായി ഇളക്കി കൊടുക്കണം. ഒരു 3/4 വേവ് ആക്കിയാൽ മതി. ബീഫ് വേവാക്കുമ്പോഴേക്കും ഇതിലേക്കുള്ള അരിയും ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഉള്ളി, അണ്ടിപ്പരിപ്പ് മിക്സറും നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ 2 വലിയ സവോള കനം കുറച്ച് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 15 മുതൽ 20 വരെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം.
ഇനി കിസ്മിസ് വറുത്തെടുക്കാം. ഒരു 10-15 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 2 തണ്ട് കറിവേപ്പിലാണ്. ഇത് നന്നായി വറുത്തെടുക്കാം. ഇനി അല്പം മല്ലിയിലയും പുതിനയിലയും ചെറുതായി മുറിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ ഡെക്കറേഷന് വേണ്ടി തയ്യാറാക്കിയ സാധനങ്ങളെല്ലാം നമ്മൾ അവസാനമാണ് ചേർക്കുന്നത്. ഇനി നമുക്കൊന്ന് ബീഫ് ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയ ശേഷം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി അരി റെഡിയാക്കാനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടതിനനുസരിച്ച് സ്പൈസസ് ചേർക്കാം. ഞാനിവിടെ 10 ഏലക്ക, ജാതിപത്രി, കുറച്ച് കറുവപ്പട്ട, വലിയ ജീരകം, ഒരു നുള്ള് ഗ്രാമ്പു, കുരുമുളക് ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി അരി അളന്ന പാത്രത്തിൻ്റെ 1/4 അളവ് വെള്ളം ചേർക്കാം. അതിനുശേഷം ഉപ്പ് ചേർക്കണം. അല്പം ഉപ്പ് കൂടുതൽ ചേർക്കാം, എന്നാലേ അരി ചേർത്ത് വേവിക്കുമ്പോൾ റൈസിന് പാകത്തിന് ഉപ്പ് വരികയുള്ളൂ. വെള്ളം ചൂടാവുമ്പോഴേക്കും നമുക്ക് അരി കഴുകിയെടുക്കാം. നല്ല ക്ലിയർ വാട്ടർ കിട്ടും വരെ നന്നായി കഴുകാം. ഇപ്പോൾ നല്ല ക്ലിയർ വാട്ടർ കിട്ടിയിട്ടുണ്ട്. ഇനി വെള്ളം തിളയ്ക്കുമ്പോൾ അരി ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ചതിലേക്ക് അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കണം. വെള്ളം ഒരുവിധം വറ്റുന്നത് വരെ വേവിക്കണം. ഇത് നന്നായി ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ വെള്ളം ഏകദേശം വറ്റിയതായി കാണാം. ഏകദേശം ഈ പരുവമാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യണം. അതിനായി ബീഫ് വേവിക്കാൻ വച്ചതിൽ തീ കത്തിക്കാം. ഇതിലാണ് നമ്മൾ ദം ചെയ്യുന്നത്. ഇനി ബീഫ് മസാല എല്ലാം സെൻറ്ററിലേക്ക് കൂട്ടി വയ്ക്കണം. ഇതിൻ്റെ മുകളിലേക്ക് ഇനി അരി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ റൈസ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യ് സ്പ്രെഡ് ചെയ്ത ശേഷം മുകൾ വശം ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി തീ നന്നായി ഒരു 5 മിനിറ്റ് കത്തിക്കണം. ഈ പാത്രം ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ അടപ്പിന് പുറത്ത് വെയിറ്റ് വെക്കാനായി അമ്മിക്കല്ലിൻ്റെ ഒരു ചെറിയ കല്ലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത ശേഷം തീക്കനൽ ഈ അടപ്പിന് മുകളിലായി സ്പ്രെഡ് ചെയ്യാം. അടുപ്പിൽ ഇനി തീയുടെ ആവശ്യമില്ല. മുഴുവൻ തീക്കനലും പാത്രത്തിന് മുകളിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് ഇങ്ങനെ വയ്ക്കാം. 20 മിനിറ്റിന് ശേഷം പാത്രം തുറന്ന് നേരത്തെ തയ്യാറാക്കിയ മിക്സർ ഡെക്കറേറ്റ് ചെയ്യാൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം. 1 കിലോഗ്രാം ബീഫ് ബിരിയാണി 6 പേർക്ക് കഴിക്കാനുണ്ടാവും. So if you are interested, please like, share and subscribe and press bell button for further updates. Thank you.